കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഓൺലൈൻ UG PG കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ റേഡിയോ സിയുവിനൊപ്പമുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CDOE ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ രവികുമാർ സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ CDOE പഴയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച പഠനാനുഭവം ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ CDOE ഇപ്പം സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആദ്യമായിട്ട് ഓൺലൈൻ പ്രോഗ്രാമുകൾ തുടങ്ങിയത് കഴിഞ്ഞ സെഷനോട് കൂടിയിട്ടാണ്. ഇപ്പം നമ്മൾ രണ്ടാമതായിട്ട് ഈ ജൂലൈയിൽ ആഗസ്റ്റ് സെഷനിലും നമ്മൾ 2 UG പ്രോഗ്രാമുകളും 6 PG പ്രോഗ്രാമുകളും അടക്കം ആകെ 8 പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ട് ഓഫർ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് അവരവരുടെ വീടുകളിലിരുന്ന് അവരവരുടെ സൗകര്യാർത്ഥം, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ പണി എടുക്കുന്നവർക്ക് അവരുടെ സൗകര്യാർത്ഥം അവരവരുടെ സമയം അനുസരിച്ചിട്ട് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും UGC അംഗീകാരത്തോടു കൂടിയ സർട്ടിഫിക്കറ്റ് പരീക്ഷയ്ക്ക് ശേഷം പാസ്സാവുന്നതോടുകൂടി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ റെഗുലർ കോഴ്സുകളുമായിട്ട് നമ്മുടെ CDOEയുടെ ഓൺലൈൻ കോഴ്സുകൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ CDOE UGC നിർദ്ദേശപ്രകാരം UGCയുടെ അനുമതിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവിടെ സിലബസ് എല്ലാം നമ്മൾ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ അതേ സിലബസ് തന്നെയാണ്. അഫിലിയേറ്റഡ് കോളേജിലെ ഒരു റെഗുലർ കുട്ടി പഠിക്കുന്ന അതേ സിലബസ്, അതേ പരീക്ഷയുടെ മോഡലിലുള്ള പരീക്ഷകൾ എഴുതിയിട്ടാണ് ഈ കുട്ടികൾ പരീക്ഷ പാസ്സാകുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലും നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കണ്ടൻറ്റിലും യാതൊരുവിധ കാര്യക്ഷമത കുറവും നമ്മൾ കാണിക്കില്ല. അത് അങ്ങേയറ്റം ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ ഓൺലൈൻ പ്രോഗ്രാമിലുള്ളത്. അതുകൊണ്ട് തന്നെ UGC അംഗീകൃതമായതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്, സെറ്റ്, UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കാനും അതേപോലെ തന്നെ തുടർ വിദ്യാഭ്യാസം ഇപ്പോൾ PhD ഒക്കെ ചെയ്യണമെങ്കിലും സാധ്യമാണ്. തീർച്ചയായിട്ടും ഇതിനുള്ള ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. നമ്മൾക്ക് UGC അംഗീകാരത്തോടു കൂടി സംസ്ഥാനത്തിൻ്റെയും UGCയുടെയും അംഗീകാരത്തോടു കൂടിയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട്, പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാ പ്രോഗ്രാമുകൾക്കും ആഗോളതലത്തിൽ തന്നെ അംഗീകാരം ഉറപ്പാണ്. ഇവിടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്തു പോകുമ്പോഴും ഈ കുട്ടികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതല്ല. ഇപ്പോൾ സാറ് പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായിട്ട് തുടങ്ങിയ കോഴ്സുകളുടെ ഒരു ഓൺലൈൻ വേർഷൻ മാത്രമാണ് നമ്മൾ CDOE നടപ്പിൽ വരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എത്തരത്തിലാണ് ഇതിൻ്റെ സ്കീമുകളൊക്കെ വരുന്നത്? അതായത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് BA ആണെങ്കിലും PG ആണെങ്കിലും ഏതെങ്കിലും സെമിസ്റ്ററുകളിൽ വെച്ചിട്ട് ഓൺലൈനായിട്ട് മാറാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നേരെ തിരിച്ചും സാധിക്കുമോ? ഇതിൽ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മുതൽ റെഗുലർ പ്രോഗ്രാമിലെ കുട്ടികളുടെ അതേ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് ഇവിടെയും ആവശ്യം. അതുകൊണ്ട് ഓൺലൈനിലെ കുട്ടികളും റെഗുലർ കുട്ടികളുമായിട്ട് അവർക്ക് പ്രോഗ്രാം സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ടെക്നോളജികൾ, സിസ്റ്റംസ് റെഡിയാകുന്നു വരുന്നു. പക്ഷേ ഇപ്പം ഒന്നാമത്തെ സെമസ്റ്റർ ആയതുകൊണ്ട് ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് ആവശ്യമില്ല. പക്ഷേ വലിയ സെമസ്റ്ററുകളിലേക്ക് കുട്ടികൾ എത്തുന്ന മുറയ്ക്ക് ഈ സംവിധാനവും നമ്മൾ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ പഠനം സമയം നഷ്ടമാകാതെ തന്നെ സത്യത്തിൽ ഈ ഓൺലൈനിൽ നിന്ന് റെഗുലർ പ്രോഗ്രാമിൽ നിന്ന് ഓൺലൈനിലേക്കും മാറാനുള്ള സാധ്യതയുണ്ട്. സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുമാത്രമല്ല, നമ്മളിവിടെ ഓൺലൈൻ കൊടുക്കുന്നത് 2 വിധത്തിലാണ്. ഒന്ന് ഒരു സ്കീം A എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ 5 ജില്ലകളിൽ പരീക്ഷാ സെൻറ്ററുകൾ വെച്ച് അവിടെ ഇൻറ്റേർണലും എക്സ്റ്റേണൽ എക്സാമിനേഷൻസും സാധാരണ പേപ്പർ പെൻ ഉപയോഗിച്ച് എഴുതിയിട്ട് അവർ നമ്മൾ വാല്യുവേഷൻ നടത്തുന്ന കൺവെൻഷണൽ മോഡിൽ തന്നെ നടക്കുന്ന പരീക്ഷാ രീതിയിൽ അസസ് ചെയ്യുന്ന ഒരു സ്കീമാണത്. അത് കുറച്ചുകൂടി ഫീസ് കുറവ് വെച്ചിട്ടുണ്ട്. അവർ നമ്മുടെ 5 ജില്ലകളിലെ കുട്ടികൾക്ക് അവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാനും പരീക്ഷ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെയുള്ളവർക്കും ഓൺലൈനിൽ വേറെ ജോലി എടുക്കുന്നവർക്കും അവരുടെ അറ്റൻഡൻസിനെ കുറിച്ചോ മറ്റേ വറി ചെയ്യാതെ അവർക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അവരുടെ സൗകര്യാർത്ഥം അവർക്ക് പരീക്ഷ എഴുതാം. എക്സ്റ്റേണൽ എക്സാമിനേഷൻസും ഇൻറ്റേർണൽ എക്സാമിനേഷൻസും ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നടത്തേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് അവിടെയും ഫ്രീഡം ഉണ്ട്. നിലവിലെ റെഗുലർ കോഴ്സിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ
നമുക്ക് അറിയാം ഗ്രാൻഡ് ഉള്ളവരുണ്ടാവാം, അതേപോലെ സ്കോളർഷിപ്പുകൾ ഉള്ളവരുണ്ടാവാം. ഇത് സ്വിച്ച് ചെയ്യുമ്പോഴും ഇത് അപ്ലിക്കബിൾ ആണോ? ഇവിടെ ഈ ഗ്രാൻഡ്സിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നമ്മുടെ CDOയിൽ ചേരുന്ന അർഹതയുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കും. അതിന് പുറമെ നമ്മൾ പൂർണ്ണ അന്ധരായിട്ടുള്ളവർക്ക്, ബ്ലൈൻഡായിട്ടുള്ളവർക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ട്യൂഷൻ ഫീസ് ഒഴിവാണ്. അവർക്ക് ഫീസ് ഇളവുണ്ട്. അവർക്ക് സ്ക്രൈബിനെ വെച്ച് ഈ സ്കീം എയിൽ വേറെ ഒരു ആളുടെ സഹായത്തോടുകൂടി പരീക്ഷ എഴുതുന്ന സംവിധാനം ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച വിദ്യാഭ്യാസ രീതി തന്നെയാണിത്. അപ്പം നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 UG പ്രോഗ്രാമുകളാണ് ഇപ്പം ഓഫർ ചെയ്യുന്നത്. അതിൽ BA സോഷ്യോളജി, BA ഹിസ്റ്ററി, അതുപോലെ 6 PG പ്രോഗ്രാമുകളുണ്ട്. MA സോഷ്യോളജി, MA ഹിസ്റ്ററി, MA എക്കണോമിക്സ്, MCOM ഉണ്ട്, MA പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും ഉണ്ട്. അപ്പോൾ 2 UG കോഴ്സുകളും 6 PG കോഴ്സുകളാണ് വരുന്നത്. ഇതിൽ തന്നെ സർ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വീട്ടമ്മമാർ മുമ്പെപ്പോഴോ പഠനം നിർത്തിയവരായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സബ്ജക്റ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പഠിക്കുന്നവരായിരിക്കാം, ജോലി സാധ്യത മുൻനിർത്തി പഠിക്കുന്നവരുണ്ടാവാം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെല്ലാവരും ഒരു ക്ലാസ് റൂമിൽ വരുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ചലഞ്ചുകളുണ്ടോ? ഇത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ജനുവരി സെഷൻ എന്നാണ് UGC പറയുന്നത്. ജനുവരി ജൂലൈ സെഷൻസുകളാണ്. 2 സെഷനായിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം. കഴിഞ്ഞ ജനുവരി സെഷനിൽ നമ്മൾ അഡ്മിഷൻ എടുത്തതിൽ 30% പേരും ആൾറെഡി എംപ്ലോയിഡാണ്. അവർക്ക് എല്ലാവർക്കും ജോലിയുള്ളവരാണ്. അവർ ഈ പറഞ്ഞ 2 കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് പുതിയ പ്രോഗ്രാമുകൾ എടുത്തവരുണ്ട്. പഠനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ കരിയറിലേക്ക് പോകാൻ സാധ്യതയുള്ളവരും ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളവർക്കും ഒരേ സമയം വേറെ ഡിപ്ലോമ കോഴ്സുകൾ ചേരുന്നവർക്കും എല്ലാം അവർക്ക് സമയനഷ്ടമില്ലാതെ ഒരു ഡിഗ്രി കൂടി കയ്യിലെടുക്കാവുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ സർ നമുക്ക് എപ്പോഴും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ക്യാമ്പസ് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ സാർ നേരത്തെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ക്യാമ്പസിലെ കോഴ്സുകൾക്ക് തത്തുല്യമാണ്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പോൾ നാഷണൽ സെമിനാർ നടക്കും, വർക്ക്ഷോപ്പ് നടക്കും, അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൺലൈനായി അറ്റൻഡ് ചെയ്യാനുള്ള വല്ല സാധ്യതകളും ഉണ്ടോ? CDOയുടെ കീഴിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഓൺലൈനിൽ തന്നെയാണ്. അതല്ലാതെ ഇവിടെ ഇപ്പം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ തന്നെ നമുക്ക് ഇറ്റലിയിൽ നിന്നുള്ള ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ട് നേരിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു എളുപ്പമായിട്ടുള്ള വഴിയല്ല. പക്ഷേ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും നമുക്ക് ഓൺലൈനായിട്ടുള്ള ലിങ്കുകൾ കൊടുക്കാം. ക്ലാസ്സുകൾ, ലൈവ് ഇൻ്ററാക്ഷൻസ്, ഇതിലെല്ലാം അതാത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ സത്യത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും, ഇപ്പോൾ ലാംഗ്വേജസ് ആണെങ്കിൽ ലാംഗ്വേജിലും നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽ. അതിൻ്റെ ഒരു ക്വാളിറ്റി, അതേപോലെ അത് കൃത്യമായി സമയത്ത് എത്തിക്കുക എന്നുള്ളതും ഉണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മളിത് സത്യത്തിൽ സ്റ്റഡി മെറ്റീരിയലിനെക്കാട്ടിലും പ്രാധാന്യം ഇവിടെ വീഡിയോ കണ്ടൻറ്റ് പ്രിപ്പറേഷനാണ്. ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഓൺലൈൻ വീഡിയോ കണ്ടൻറ്റ് തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ കണ്ടൻറ്റുകളും ഈ കണ്ടൻറ്റുകളും സമയാസമയങ്ങളിൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ അവർ നമ്മളുടെ കീറിപ്പുമായിട്ട് യോജിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ലേൺ ലൈവ് എന്നുള്ളൊരു ആപ്പിലൂടെ അവരുടെ സൗകര്യത്തിൽ ഈ ഈ കണ്ടൻറ്റുകൾ വായിച്ചു പോകാം, വീഡിയോസ് കണ്ടുപോകാം. ലൈവ് ക്ലാസ്സസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന മുറയ്ക്ക് നമ്മളത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ റെഗുലർ കോഴ്സിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ അറ്റൻഡൻസ്, ഇൻറ്റേർണൽ ഇവാലുവേഷൻ, അതേപോലെ ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നത് മുതൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണമല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൽ എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ വഴി തന്നെ ചെയ്യുന്നത്. കുട്ടിക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞത് നിർബന്ധമല്ല സത്യത്തിൽ. കാരണം ഈ കുട്ടിയുടെ സൗകര്യത്തിന് കുട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു പ്രായമായവരും എല്ലാവരും ഉണ്ടാവും. വിദ്യാർത്ഥി അവരുടെ പഠിതാക്കൾ അവരുടെ സമയക്രമം അനുസരിച്ചാണ് ഇത് കാണുന്നത്. വേറെയും ചിലരുണ്ട്, ഇവർക്ക് സിലബസും പുസ്തകവും കിട്ടിയാൽ സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുന്നവരുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എക്സാമിനേഷൻസും എക്സ്റ്റേണൽ എക്സാമിനേഷൻസും അസൈൻമെൻറ്റ്സും അവർ സമയാസമയത്ത് പൂർത്തീകരിക്കണം. അറ്റൻഡൻസ് നിർബന്ധമാകരുത് എന്നാണ് UGCയുടെ നിർദ്ദേശം. അതുകൊണ്ട് അറ്റൻഡൻസ് അത്ര നമ്മൾ നിർബന്ധമല്ല. പക്ഷേ
ഈ പറഞ്ഞ ഓരോ പ്രോഗ്രസ്സും കുട്ടി എത്രമാത്രം വീഡിയോകൾ കണ്ടിട്ടുണ്ട്, എത്രമാത്രം ആക്ടിവിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഓരോ കുട്ടിക്കും സ്വയം ബോധ്യമാകുന്ന രീതിയിലാണ് സോഫ്റ്റ്വെയർ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപനവും അതേപോലെ ഓൺലൈൻ പരീക്ഷ സെൻറ്ററുകളിലെ പരീക്ഷകളൊക്കെ ഓൺലൈൻ പരീക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ വേണമല്ലോ നടത്തപ്പെടാൻ, ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ കുട്ടിയുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ പരീക്ഷ എഴുതാം. കമ്പ്യൂട്ടർ വേണം. ഇതിൽ സെറ്റപ്പുകൾ ഉണ്ട്. അതിനകത്ത് വളരെ സുശക്തമായിട്ടുള്ള മോണിറ്ററിങ് സംവിധാനം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ആൾക്കാരടുത്ത് വരുന്നതോ കുട്ടിയുടെ വേറെ സ്ഥലങ്ങളിൽ നോക്കി എഴുതുന്നതോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഐ മൂവ്മെൻറ്റുകളും എല്ലാം ട്രാക്ക് ചെയ്യുന്ന സംവിധാനമാണ് അതിനകത്തുള്ളത്. പിന്നെ അതേപോലെ തന്നെ സാർ എടുത്തു പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ക്യാമ്പസിലെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ പങ്കാളികളാകാൻ സാധിക്കുമല്ലോ. എത്രത്തോളം ഉണ്ട് നമ്മുടെ വിദേശ പങ്കാളിത്തം? നമ്മുടെ വിദേശ പങ്കാളിത്തത്തിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ കുട്ടികളും ഈവൻ വിദേശത്ത് ഉള്ള സെൻറ്ററുകൾ തയ്യാറാക്കി, അതായത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുമായിട്ട് ഒത്തുപോകാൻ സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ നമുക്ക് അപേക്ഷകളും എൻക്വയറീസും വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫോറിൻ പേയ്മെൻറ്റ് സംവിധാനം അടക്കമുള്ള ടെക്നോളജിക്കൽ സംവിധാനങ്ങൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ ഫോറിനിലുള്ള കുട്ടികൾക്കും നമ്മുടെ CDOയുടെ ഓൺലൈൻ പ്രോഗ്രാമുകളിൽ ചേരുന്നതിന് തടസ്സങ്ങളില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ടൊക്കെ ഒരു ഡിഗ്രി നേടുക അല്ലെങ്കിൽ PG നേടുക, സർട്ടിഫിക്കറ്റ് നേടുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. സർട്ടിഫിക്കറ്റുകൾ സംസാരിക്കുന്നതിന് മുൻപേ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ലീഡർഷിപ്പ്, നമ്മൾക്കുള്ള കഴിവുകൾ സ്കിൽ ബേസ്ഡ് ആണ്. എല്ലാം മാറിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കരിക്കുലത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൽ കരിക്കുലം ഡെവലപ്മെൻറ്റിനകത്ത് സത്യത്തിൽ CDOയ്ക്ക് ഇപ്പോൾ താരതമ്യേന കുറഞ്ഞ റോളാണുള്ളത്. കാരണം UGCയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ അഫിലിയേറ്റഡ് കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന കോഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ അതേ സിലബസും അതേ കണ്ടൻറ്റും തന്നെ ആയിരിക്കണം ഇവിടെ. അപ്പോൾ അതിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് നമുക്ക് സാധ്യമല്ല. പക്ഷേ CDOയ്ക്ക് സ്വന്തമായിട്ട് ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നതിനുള്ള സംവിധാനം, അതുപോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവ, അതുപോലെ സെമിനാറുകൾ, ഓൺലൈൻ സെമിനാറുകൾ, ഇൻഡസ്ട്രി ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഓൺലൈൻ സെമിനാറുകൾ കൊടുത്ത് കുട്ടികളെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഓൺലൈൻ പ്രോഗ്രാമുകൾ. അതിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടി എത്തിച്ചേരുന്നത് വളരെ ആവശ്യമായിട്ടുള്ളൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മാനസികമായ പിന്തുണ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ കുറേ ക്ലാസ്സുകൾ വയ്ക്കുന്നു, അത് അവരുടെ സമയക്രമം അനുസരിച്ച് ആക്സസ് ചെയ്യാമെങ്കിലും ഒരു ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് CDO നൽകുന്നത്? നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ, ഈ കുട്ടികൾ പഠിക്കുന്ന സിസ്റ്റത്തിനകത്ത് തന്നെ അവർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്കഷൻ ഫോറം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ചാനലും അതുപോലെ ഗൂഗിൾ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇത് എല്ലാം ശരിക്കും അവർക്ക് സത്യത്തിൽ ഇൻ്ററാക്ഷൻ ഏറ്റവും കുറവുള്ളൊരു മേഖലയാണ് ഓൺലൈൻ. കുട്ടികളുടെ അതുപോലെ തന്നെ ട്രഡീഷണലി നമുക്കറിയാം അട്രീഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുള്ളതും ഈ ഓൺലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഓരോ വിദ്യാർത്ഥിയുമായിട്ട് കണക്ട് ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. UGC നിർദ്ദേശിക്കുന്നത് സത്യത്തിൽ 250 പേർക്ക് ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ മെൻറ്ററിങ് സെഷൻസ് നടത്താമെന്നുള്ളതാണ്. നമ്മൾ അതിൽ കൂടുതൽ മെൻറ്ററിങ് സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ജോലിയും അവരുടെ അതർ എൻഗേജ്മെൻറ്റ്സ് നോക്കിയിട്ട് ഈ ക്ലാസ്സുകളിലോ മെൻറ്ററിങ്ങിലോ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഓൺലൈനായിട്ടുള്ള ഡിസ്കഷൻ ഫോറത്തിലും സംശയങ്ങൾ ചോദിക്കുന്നതിനൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സാർ ഇപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും PG പഠിക്കുക, UG പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ സ്പോർട്സ്, ആർട്സ് ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണല്ലോ ക്യാമ്പസിൽ. ഈ ഓൺലൈനായിട്ട് നടത്തുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് വരാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഭാവിയിലെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ഡിസ്റ്റൻസിൽ ഇത് ചെയ്തിട്ടുണ്ട്. 5 ജില്ലകളിലെ 1000-ലധികം കുട്ടികൾ നമുക്ക് ഇവിടെ അവരുടെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് സത്യത്തിൽ
ഒരു പ്രോഗ്രാം മാത്രമായിട്ടാണ്. പക്ഷേ 5 ജില്ലകളിലും വേറെ വേറെ പ്രോഗ്രാം നടത്തിയിട്ട് അതിലെ മിടുക്കന്മാരും മിടുക്കികളെയും മാത്രം സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ പ്ലാനിലുള്ളതുമാണ്. കൂടുതൽ കുട്ടികളും കൂടുതൽ ബാച്ചുകളും വരുന്ന മുറയ്ക്ക് നമ്മൾ ഇതിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഗ്യാതറിങ് ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലുള്ള ഗ്യാതറിങ്ങിനുള്ള സാധ്യതകളും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. സാറിനിപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിലും ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കാലത്തെ അനുഭവങ്ങളുണ്ട്. ഏറ്റവും ഈ ഡിസ്റ്റൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരാളുടെ സാറിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഡിസ്റ്റൻസിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് പ്രോഗ്രാമിലൂടെ പുറത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഗൾഫിലും എല്ലാം വളരെയധികം ഉന്നത വിലയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെഗുലറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എഴുതുന്ന പരീക്ഷ തന്നെയാണ് ഈ കുട്ടികളും പരീക്ഷ എഴുതുന്നത്. അതുപോലെ തന്നെയാണ്. കാരണം ഇത് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് അറിയില്ല ഇത് റെഗുലർ കുട്ടിയാണോ ഡിസ്റ്റൻസിലെ കുട്ടിയാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരേ തരത്തിലുള്ള വാല്യുവേഷനുമാണ്. ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും സിവിൽ സർവീസ് എക്സാമിനേഷൻസ് പാസ്സായിട്ടുണ്ട്. പല രീതിയിലും മുന്നിട്ട് നിൽക്കുന്ന പല നാഷണൽ ഇൻ്റർനാഷണൽ ലെവലുകളിൽ അവർ പെർഫോമൻസ് വരുന്നുണ്ട്. വളരെ വിദ്യാർത്ഥികൾ ഇപ്പം ഫോറിനിലേക്കുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോകുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രോസ്പെക്റ്റസ് ഉള്ള ഒരു രീതിയാണ് ഓൺലൈൻ. അവർക്ക് അവരുടെ സമയം അധികം നഷ്ടമാക്കാതെ 2 കോഴ്സ് എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ ഒരു ജോലിയുടെ കൂടെ എന്ന് പറയുന്നത് തന്നെ വളരെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നമുക്ക് സാർ പറഞ്ഞ പോലെ പ്രായപരിധിയില്ല. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു പറഞ്ഞ പോലെ അതായത് ഓൾറെഡി എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അതേസമയം ഒരു തൊഴിൽ സാധ്യത മുന്നിൽ കണ്ടു പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും. ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസോ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് അങ്ങനെയുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ? നമ്മൾ നടപ്പിൽ വരുത്തിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ആയിട്ടുള്ളൂ. കുട്ടികൾ കൂടുതൽ സെമസ്റ്ററുകളിലേക്ക് എത്തുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ പ്ലാനിലുള്ളതാണ് കരിയർ ഗൈഡൻസ്. അതുപോലെ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിലുള്ള പ്ലാനുകൾ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർക്കൊരു ട്രെയിനിങ്ങും ഓൺലൈനായിട്ടുള്ള ട്രെയിനിങ്ങും ഗൈഡൻസും കൊടുക്കുന്ന സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാർ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് തന്നെ നമുക്കറിയാം റെഗുലർ കോഴ്സുകളുമായി ഏറെ ബന്ധപ്പെട്ട് അതേ ക്വാളിറ്റിയിൽ തന്നെ കുറച്ചും കൂടെ മികച്ച രീതിയിൽ നടത്താനാണ് CDOE ശ്രമിക്കുന്നത്. ഈ കോഴ്സുകളുടെയൊക്കെ പ്രവേശനം എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ പ്രവേശനത്തിനുള്ള സമയമാണ്. സെപ്റ്റംബർ 5 വരെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് ഇത് അഡ്മിഷൻ കൊടുക്കാം. ഒരു ആവശ്യത്തിനും നമ്മുടെ ക്യാമ്പസിലേക്ക് ആപ്ലിക്കേഷനുമായിട്ട് വരേണ്ട കാര്യമില്ല. സെപ്റ്റംബർ 5 വരെയാണ് ഇപ്പോൾ ഫീസ് ഫൈനില്ലാതെ നമുക്ക് കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചെറിയ ഒരു 500 രൂപയുടെ ഫൈനോട് കൂടിയിട്ട് സെപ്റ്റംബർ 10 വരെയുമുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് റെഗുലർ പ്രോഗ്രാമിൻ്റെ അതേ എലിജിബിലിറ്റി കണ്ടീഷൻസ് തന്നെയാണ് എല്ലാ നമ്മുടെ UG PG പ്രോഗ്രാമുകൾക്കും ഉള്ളത്. അതിൽ വെബ്സൈറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ ബ്രോഷർ നോക്കിയാൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിനകത്ത്. അവസാനമായിട്ട് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇത് കേൾക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവാം, അല്ലെങ്കിൽ തിരക്കുകൾ കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാത്തവരുണ്ടാവാം. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് ഏത് വിധത്തിലായാലും പഠനത്തിന് താല്പര്യമുള്ളവർക്ക് അവരുടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു ദിവസം അവർക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വളരെ സുഗമമായിട്ട് ഇത് പഠനത്തിന് അവർക്ക് തയ്യാറെടുക്കാം. അവർക്ക് UGC അംഗീകരിച്ച കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തിറങ്ങാം. സർ, ഒരാൾക്കിപ്പോൾ പഠിക്കണം എന്ന് തോന്നുകയാണ്, നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക? വെബ്സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്? ഇതിൽ CDOE.uoc.ac.in എന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. അതിന് അകത്ത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങൾ നമ്മളവിടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ABC ID, DEB ID എന്നെല്ലാം പറഞ്ഞിട്ടുള്ള 2-3 ഐഡികളുണ്ട്. ആധാർ ഉണ്ടായിരിക്കണം നമ്മുടെ എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും.
അപ്പോൾ അതിൽ ഒന്നും പേര് വ്യത്യാസം വരാതിരുന്നെങ്കിൽ ഏറ്റവും എളുപ്പം അവർക്ക്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ആയിട്ട് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് മാറ്റിയിട്ടേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലായെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ട് തന്നെ അവർക്ക് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും തിരിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിക്കും, അവർ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ. അപ്പോൾ വളരെ സന്തോഷം സാർ, ഇത്രയും സമയം റേഡിയോ സ്യൂവിനൊപ്പം സമയം ചിലവഴിച്ചതിൽ. നമ്മൾക്കിത് ചെയ്യുമ്പോഴുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും പഠിക്കാൻ കഴിയാതെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു അവസരം കൂടിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു UG അല്ലെങ്കിൽ ഒരു PG സ്വന്തമാക്കാൻ കഴിയും. മാത്രമല്ല ഒരു സർട്ടിഫിക്കറ്റ് എന്നതിലുപരി ക്യാമ്പസിൽ ലഭിക്കുന്ന അതേ ഏകദേശം എല്ലാ കാര്യങ്ങളും അവർക്ക് ഓൺലൈനായിട്ട് ലഭ്യമാകും എന്നുള്ളതാണ്. താങ്ക് യു സർ. താങ്ക് യു.